ഫ്രണ്ട്സ്, ഇന്നൊരു ട്രാവൽ വീഡിയോ ആണ്. ഇപ്പോൾ സമയം പുലർച്ചെ 5 മണി. ഇന്ന് നമ്മൾ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ കാണാം. പുലർച്ചെ ആയതുകൊണ്ട് റോഡിൽ വലിയ തിരക്കൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ കണ്ണൂർ ഹൈവേയിലേക്ക് കയറിയിട്ടുണ്ട്. ഞങ്ങൾ ഗൂഗിൾ മാപ്പ് നോക്കിയാണ് പോകുന്നത്. നമ്മൾ പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 5 കിലോമീറ്ററോളം ഉണ്ട്. ഇപ്പോൾ നമ്മൾ പറശ്ശിനിക്കടവ് മുത്തപ്പൻ പുഴയിലെ പാലത്തിലാണ്. ക്ഷേത്രത്തിന്റെ ദൂരക്കാഴ്ചയാണ് ഇത്. ഇനി ഇവിടുന്ന് ഏകദേശം 1.5 കിലോമീറ്റർ കൂടിയേ ക്ഷേത്രത്തിലേക്ക് ദൂരമുള്ളൂ. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മുത്തപ്പൻ കാവിലേക്ക് വരാറുണ്ട്. ഇടയ്ക്ക് മുത്തപ്പനെ ഒന്ന് തൊഴുത് പ്രാർത്ഥിച്ചാലേ മനസ്സിനൊരു ഉന്മേഷമുള്ളൂ. ഒഴിവ് ദിവസമായതുകൊണ്ട് ഇന്ന് നല്ല തിരക്കുണ്ട്. എട്ട് 45 ആകുമ്പോഴേക്കും നമ്മൾ ഇവിടെ എത്തി. വണ്ടി പാർക്ക് ചെയ്തു. നമ്മൾ പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അമ്പലത്തിന്റെ നടപ്പാതയുടെ ഇരുവശത്തും കച്ചവടക്കാരുണ്ട്. ഒരു പ്രത്യേക ഭംഗിയാണ് ഈ കാഴ്ചകൾ കാണാൻ. അമ്പലത്തിനുള്ളിൽ ഫോട്ടോസും വീഡിയോസും എടുക്കുന്നത് നിരോധിച്ചത് കാരണം പ്രത്യേകിച്ച് വീഡിയോസ് ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല. മുത്തപ്പനെ പ്രാർത്ഥിച്ചതിനു ശേഷം നമ്മൾ മുത്തപ്പന്റെ പ്രസാദമായ വൻപയറും തേങ്ങാപ്പൂളും ചായയും കഴിച്ചു. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സെപ്പറേറ്റ് സ്ഥലങ്ങളിലായിട്ടാണ് ഇവിടെ ചായ വിതരണം നടക്കുന്നത്.
തൊഴുതതിനു ശേഷം ഞങ്ങൾ അമ്പലത്തിൻ്റെ മറുഭാഗത്തെത്തി. മുത്തപ്പൻ പുഴയിൽ കാല് കഴുകിയതിനു ശേഷമാണ് എല്ലാവരും അകത്ത് കയറി പ്രാർത്ഥിക്കാറുള്ളത്. പ്രാർത്ഥിച്ചതിന് ശേഷം മുത്തപ്പൻ പുഴയുടെ കാഴ്ചകൾ കാണാൻ നമുക്കിവിടെ ബോട്ട് സർവീസുകൾ ലഭ്യമാണ്. ഫാമിലിയായിട്ടും കൂട്ടുകാരായിട്ടും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒട്ടനവധി ബോട്ട് സർവീസുകൾ ഇവിടെയുണ്ട്. കാഴ്ചകൾ കണ്ടതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഉച്ചഭക്ഷണ വിതരണം 12 മണിക്കാണ് ഇവിടെ ആരംഭിക്കുന്നത്. ഊട്ടുപുര എന്ന പ്രത്യേക സ്ഥലത്താണ് ഇവിടെ ആളുകൾക്ക് ഭക്ഷണം നൽകുന്നത്. തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾ കുറച്ച് ഫാൻസി സാധനങ്ങളൊക്കെ വാങ്ങി. ഇനി നമ്മൾ കണ്ണൂർ സെന്റ് ഏഞ്ചൽസ് ഫോർട്ട് അല്ലെങ്കിൽ കണ്ണൂർ കോട്ടയിലേക്കാണ് പോകുന്നത്. കണ്ണൂർ കോട്ടയിലെ കാഴ്ചകൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.